ഹലോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരളത്തിൽ വളരെ ലാഭകരമായി ഒരു മൊബൈൽ ആക്സസറീസ് ബിസിനസ് എങ്ങനെ തുടങ്ങാമെന്നതിന്റെ പക്കാ ബ്ലൂപ്രിന്റാണ്. കുറഞ്ഞ മുതൽമുടക്കിൽ എങ്ങനെ വലിയ ലാഭമുണ്ടാക്കാമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇതൊന്ന് കേട്ടുനോക്കൂ. കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ആർക്കും തുടങ്ങാവുന്ന ഒന്നാണിത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോദിക്കാനുള്ളത് ഇതാണ്: റിസ്ക് വളരെ കുറഞ്ഞ എന്നാൽ നല്ല അടിപൊളി വരുമാനം തരുന്ന ഈ ബിസിനസ് ശരിക്കും നിങ്ങൾക്ക് പറ്റിയതാണോ? വെറുതെ ഒരു കട തുറക്കാമെന്നല്ല കേട്ടോ, കൃത്യമായ ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ ഇത് ശരിക്കും ഒരു സുവർണാവസരമാണ്. എന്താ, റെഡിയല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇതൊരു ലാഭകരമായ ബിസിനസ്സായി മാറ്റുക എന്ന് നോക്കാം. മാർക്കറ്റിലെ ഡിമാൻഡ് മുതൽ ശരിയായ മോഡൽ തിരഞ്ഞെടുക്കുന്നതും ഇൻവെസ്റ്റ്മെന്റ്, സോഴ്സിംഗ്, പിന്നെ മാർക്കറ്റിംഗും ദീർഘകാല വിജയരഹസ്യങ്ങളും വരെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോക്കാം. ആദ്യമായി ഈ മൊബൈൽ ആക്സസറി വിപണിയിൽ ഇപ്പോൾ നടക്കുന്ന വൻ കുതിച്ചുചാട്ടം എന്താണെന്ന് മനസ്സിലാക്കാം. ലളിതമായി പറഞ്ഞാൽ എന്താണ് ശരിക്കും ഈ ബിസിനസ്? ചുറ്റും നോക്കൂ. സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അവരുടെയെല്ലാം ദൈനംദിന ആവശ്യങ്ങളാണ് നമ്മുടെ മാർക്കറ്റ്. ഫോൺ ചാർജറുകൾ, നല്ല ട്രെൻഡിയായിട്ടുള്ള കവറുകൾ, സ്ക്രീൻ ഗാർഡുകൾ, അതുപോലെ സ്മാർട്ട് വാച്ചുകൾ, അങ്ങനെ ഒരു ഫോണിനെ പൂർണ്ണമാക്കുന്ന എല്ലാം ഇതിൽ വരും. എന്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഇതിലേക്ക് ഇറങ്ങണമെന്ന് പറയുന്നതെന്നറിയാമോ? വിദ്യാർത്ഥികളായാലും ഡെലിവറി ചെയ്യുന്നവരായാലും ശരി, എല്ലാവർക്കും ഇത് ദിവസവും ആവശ്യമാണ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നോ? വളരെ ചെറിയ നിക്ഷേപം മതി, പക്ഷെ കിട്ടുന്നതോ അമ്പരപ്പിക്കുന്ന ലാഭവിഹിതവും. ഓൺലൈനായോ ഓഫ്ലൈനായോ ചെയ്യാം. കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും നമ്മളെ തേടി വരും. പോരാത്തതിന് കേരളത്തിൽ ഇതിന് വളരെ വലിയൊരു മാർക്കറ്റും വളർന്നു വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഏത് ബിസിനസ് മോഡൽ തിരഞ്ഞെടുക്കും എന്നതാണ്. ഇതിലേക്ക് ഇറങ്ങുന്നതിനു മുൻപ് മാർക്കറ്റ് റിസർച്ച് വളരെ പ്രധാനമാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലെ ഡിമാൻഡ്, അവിടെയുള്ള കോമ്പറ്റീഷൻ, വിദ്യാർത്ഥികളുടെ എണ്ണം, ഇതൊക്കെ കൃത്യമായി പഠിക്കണം. എന്നിട്ട് തീരുമാനിക്കാം, ഒരു ഫിസിക്കൽ ഷോപ്പ് വേണമോ, അതോ ഒരു ഓൺലൈൻ സ്റ്റോർ മതിയോ, അതല്ലെങ്കിൽ ഒരു മാളിൽ ചെറിയ ക്യോസ്ക് ഇടണമെന്ന്. ശരി, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം: പണം, നിക്ഷേപവും അതിൽ നിന്ന് കിട്ടുന്ന ലാഭവും. ഇവിടെ നോക്കൂ, ഒരു റീറ്റെയിൽ കട തുടങ്ങാൻ എത്ര രൂപയാവുമെന്ന് വളരെ സുതാര്യമായി കൊടുത്തിട്ടുണ്ട്. കടയുടെ അഡ്വാൻസ്, ഇന്റീരിയർ, ആദ്യത്തെ സ്റ്റോക്ക്, ഡിസ്പ്ലേ, ലൈറ്റിംഗ്, പിന്നെ ബില്ലിംഗ് സെറ്റപ്പും ലൈസൻസും ഉൾപ്പെടെ. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഏകദേശം 75,000 രൂപ മുതൽ 4 ലക്ഷം രൂപ വരെയാണ് ആകെ വേണ്ടിവരിക. ഇത് യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്ന കണക്കുകളാണ്. ഇനി ഇതിലെ ഏറ്റവും കിടിലൻ കാര്യം എന്താണെന്നറിയാമോ? ഇതിന്റെ ലാഭവിഹിതം തന്നെ. ഇത് കണ്ടോ, നമ്മൾ ദിവസവും മാറ്റുന്ന മൊബൈൽ കവറുകൾക്ക് 200% വരെയാണ് പ്രോഫിറ്റ് മാർജിൻ. ടെമ്പേർഡ് ഗ്ലാസുകൾക്ക് 100% വരെ കിട്ടും. ചാർജിംഗ് കേബിളുകൾക്ക് പോലും 70%-ഓളം ലാഭമുണ്ട്. അതായത് ചെറിയ വിലയ്ക്ക് വാങ്ങി നല്ല ലാഭത്തിൽ വിൽക്കാൻ പറ്റുന്ന ഐറ്റങ്ങളാണിവ. ഇതൊക്കെ കേട്ടിട്ട് വലിയൊരു ഷോപ്പ് തുടങ്ങാൻ ഇത്രയും തുക മുടക്കാനില്ലല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട. വെറും 25,000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഇതൊരു ഓൺലൈൻ മോഡലിൽ തുടങ്ങാവുന്നതേ ഉള്ളൂ. ഇൻസ്റ്റഗ്രാമും വാട്സാപ്പും ഒക്കെ വെച്ച് സൂപ്പറായിട്ട് ഈ ചെറിയ തുക കൊണ്ട് ബിസിനസ് പച്ചപിടിപ്പിക്കാം. അടുത്തതായി നമ്മൾ നോക്കുന്നത് സ്മാർട്ട് സോഴ്സിംഗും സ്റ്റോക്കിംഗുമാണ്. ഈ പറഞ്ഞ വലിയ ലാഭം കിട്ടണമെങ്കിൽ സാധനങ്ങൾ എവിടുന്ന് എടുക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ പറഞ്ഞ വലിയ ലാഭം കിട്ടണമെങ്കിൽ ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ട് സാധനങ്ങൾ വാങ്ങാൻ നമ്മൾ പഠിക്കണം. ഡൽഹിയിലെ ഗാഫർ മാർക്കറ്റ്, മുംബൈയിലെ ലാമിംഗ്ടൺ റോഡ്, അല്ലെങ്കിൽ ചെന്നൈയിലെ റിച്ചി സ്ട്രീറ്റ് പോലെയുള്ള ഹോൾസെയിൽ ഹബ്ബുകളെ നിങ്ങൾക്ക് ആശ്രയിക്കാം. അത്രയും ദൂരം പോകാൻ വയ്യെങ്കിൽ ഇന്ത്യ മാർട്ട്, ട്രേഡ് ഇന്ത്യ, ഉഡാൻ പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി വളരെ കുറഞ്ഞ വിലയിൽ നേരിട്ട് സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. ഇവിടെ നമ്മളൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് നിയമം അറിഞ്ഞിരിക്കണം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള പണം മുഴുവൻ എവിടെയാണ് ഇറക്കേണ്ടത്? വേഗത്തിൽ വിറ്റുപോകുന്ന കവറുകൾ, ടെമ്പേർഡ് ഗ്ലാസ്, കേബിളുകൾ എന്നിവയിലാണ് കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ വില കൂടിയ സ്മാർട്ട് വാച്ചുകളോ പ്രീമിയം സ്പീക്കറുകളോ വാങ്ങിക്കൂട്ടി വയ്ക്കരുത്. അത് പതുക്കെ വിൽക്കാൻ പറ്റൂ. പണം അവിടെ ബ്ലോക്കാകാൻ പാടില്ല. സ്റ്റോക്കൊക്കെ റെഡിയായി. ഇനി കസ്റ്റമേഴ്സ് വേണ്ടേ? നമ്മുടെ അടുത്ത വിഷയം എല്ലാ ദിവസവും ലാഭമുണ്ടാക്കാനുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്. ആളുകളെ ആകർഷിക്കാൻ ചില നല്ല ട്രിക്കുകളുണ്ട്. സൗജന്യമായി ടെമ്പേർഡ് ഗ്ലാസ് ഇട്ട് കൊടുക്കുക, ബൈ ടു ഗെറ്റ് വൺ കോംബോ ഓഫറുകൾ കൊടുക്കുക, സ്റ്റുഡൻസ് ആണെങ്കിൽ ചെറിയ ഡിസ്കൗണ്ടുകൾ നൽകുക. ഇതൊക്കെ പെട്ടെന്ന് ആളുകളെ കൊണ്ടുവരും. പിന്നെ ഇൻസ്റ്റഗ്രാം റീൽസ്, വാട്സാപ്പ് സ്റ്റാറ്റസ്, ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ, ഇതൊക്കെ വഴി നിരന്തരം മാർക്കറ്റ് ചെയ്താൽ ഓൺലൈൻ ഓർഡറുകളും ഫുട്ഫോൾസും സ്ഥിരമായി നമ്മളെ തേടിയെത്തും. ഈ തന്ത്രങ്ങൾ വർക്കൗട്ടായാലുള്ള മാറ്റം നോക്കിക്കേ. വെറും 5,000 രൂപയുടെ സെയിൽ നടന്നാൽ തന്നെ നിങ്ങൾക്ക് 1,500 രൂപ ലാഭം പോക്കറ്റിലാക്കാം. അതൊരു 10,000 രൂപയുടെ കച്ചവടമായാലോ 3,000 രൂപയാണ് ലാഭം. ഇതേ രീതിയിൽ പോയി 20,000 രൂപയുടെ വിൽപ്പനയിലെത്തിയാൽ ഒരു ദിവസം 6,000 രൂപയ്ക്ക് മുകളിൽ ലാഭം കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം 6,000 രൂപയ്ക്ക് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല, അല്ലേ? ഇനി ഈ എക്സ്പ്ലെയിനറിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കാം: ദീർഘകാല വിജയരഹസ്യങ്ങൾ. തുടങ്ങിയാൽ മാത്രം പോരല്ലോ, ഇതെങ്ങനെ നിലനിർത്താം എന്നുകൂടെ നോക്കാം.
നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചെറിയ 30,000 രൂപയുടെ ബഡ്ജറ്റ് മോഡൽ എങ്ങനെയാണെന്ന് നോക്കാം. 8,000 രൂപ കവറുകൾക്കും 10,000 കേബിളുകൾക്കും ഇയർഫോണുകൾക്കും 5,000 ടെമ്പേർഡ് ഗ്ലാസിനുമായി മാറ്റിവെക്കാം. ബാക്കി വരുന്നതിൽ 4,000 ഡിസ്പ്ലേയ്ക്കും 3,000 മാർക്കറ്റിങ്ങിനും. വളരെ സിമ്പിളായി ഒരു വാട്സാപ്പും ഓൺലൈൻ സെറ്റപ്പും വെച്ച് സ്വന്തം സാമ്രാജ്യം പടുത്തുയർത്താൻ ഈയൊരു പ്ലാൻ ധാരാളമാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സൽപ്പേരാണിവിടെ മെയിൻ. ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വിൽക്കാതിരിക്കുക, ക്വാളിറ്റി ഇല്ലാത്തവ ഒഴിവാക്കുക, വാറണ്ടിയുടെ കാര്യത്തിൽ കസ്റ്റമേഴ്സിനോട് 100% സത്യസന്ധത കാണിക്കുക. ഇതൊക്കെ ചെയ്താൽ കസ്റ്റമേഴ്സ് നമ്മളെ കണ്ണും പൂട്ടി വിശ്വസിക്കും. അവരെങ്ങോട്ടും പോവില്ല. ശരിക്കും പറഞ്ഞാൽ മൊബൈൽ ആക്സറീസ് ഒരിക്കലും അവസാനിക്കാത്ത ഒരു എവർഗ്രീൻ ബിസിനസ്സാണ്. നല്ലൊരു ലൊക്കേഷനും സൂപ്പർ ക്വാളിറ്റി സാധനങ്ങളും അടിപൊളി മാർക്കറ്റിംഗും ഉണ്ടെങ്കിൽ ഇത് പരാജയപ്പെടില്ല. ഇത് നന്നായി പച്ചപിടിച്ചാൽ പിന്നെ മൊബൈൽ സർവീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ സെയിൽസ് എന്നതിലേക്ക് വരെ നിങ്ങൾക്ക് കടക്കാം. വേണമെങ്കിൽ സ്വന്തമായി ഒരു ബ്രാൻഡ് തന്നെ തുടങ്ങാം. അപ്പോൾ കേരളത്തിൽ അതിവേഗം വളരുന്ന ഈ മൊബൈൽ ആക്സസറി വിപണിയുടെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? വിജയകരമായ ഒരു ബിസിനസിന്റെ പക്കാ ബ്ലൂ പ്രിന്റ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അനന്തമായ സാധ്യതകളുള്ള വലിയൊരു മാർക്കറ്റ് നിങ്ങളെ കാത്തിരിക്കുന്നു. സ്വന്തമായൊരു ബോസ് ആകാനുള്ള നിങ്ങളുടെ ആ ആദ്യത്തെ ചുവടുവെപ്പ് എന്തായിരിക്കും? ചിന്തിക്കുക, ഇന്ന് തന്നെ തുടങ്ങുക.